ഹലോ ഗായ്സ്. സോ ഇന്ന് ഞങ്ങളുടെ പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഇതൊരു വ്ളോഗായിട്ട് മാറ്റാമെന്ന് ഞാൻ വിചാരിച്ചു. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ട്രൈ ചെയ്യുന്നുണ്ട്. സോ ഐ ഹോപ്പ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കും കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. പാസ്പോർട്ട് എങ്ങനെയാണ്, കാനഡയിലെ പാസ്പോർട്ട് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടിയെന്ന് ഞാൻ ഇതിനകത്ത് പറയുന്നതായിരിക്കും. ആൻഡ് എങ്ങനെയാണ് ഫോം ഫിൽ ചെയ്യുന്നതിന് അത് വേറെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടും. ഇത് മൊമോസാണ്. മൊമോസിനെ ഞങ്ങൾ ഇപ്പം ഓൾമോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ റെഡി ആക്കാനുണ്ട്. ഭയങ്കര തണുപ്പാണ് വെളിയിൽ, മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുവാണ്. സോ ചേട്ടനും ഇന്ന് അവധിയാണ്. സോ ഞങ്ങൾ ഇന്നത്തെ ദിവസമാണ് പാസ്പോർട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. വിതിൻ 2 to 9 ബിസിനസ് ഡേയ്സ് ആണ് നമുക്ക് തിരിച്ച് കിട്ടുന്നത്. ധ്രുവ സ്കൂളിൽ പോയിരിക്കുക. പാസ്പോർട്ട് അപ്ലൈ ചെയ്തിട്ട് ഞങ്ങൾ ധ്രുവയുടെ അടുത്തേക്ക് പോവുകയാണ്. അവർക്ക് ഇന്ന് സ്കേറ്റിംഗ് ഉണ്ട്. സോ നമുക്ക് ഐസ് സ്കേറ്റിംഗ് കാണാം. ആൻഡ് ഇന്നത്തെ ഒരു ചെറിയ ഒരു ഔട്ടിംഗ് ഞങ്ങൾ വ്ളോഗായിട്ട് മാറ്റാൻ പോവുകയാണ്. സോ ഐ ഹോപ്പ് യു വിൽ ലൈക്ക് ദിസ് വീഡിയോ. പ്ലീസ് ഡു സപ്പോർട്ട്, കമൻറ്റ് ആൻഡ് ഷെയർ. താങ്ക് യു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നു, പാസ്പോർട്ടിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി. നമ്മുടെ കയ്യിൽ റീസെൻ്റ്ലി എടുത്ത കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു. കനേഡിയൻ സിറ്റിസൺഷിപ്പ് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് സെയിം ഫോട്ടോസ് ആയിരുന്നു വേണ്ടിയത്. ബട്ട് ഗ്യാരണ്ടറിൻ്റെ സിഗ്നേച്ചർ ഇടാനുള്ള സ്റ്റാമ്പ് ഇല്ല. ഇവരോട് റിക്വസ്റ്റ് ചെയ്താൽ ഇവർ തരത്തില്ല, പുതിയ സ്റ്റാമ്പ് അടിച്ച് തരത്തില്ല. സോ നമുക്ക് പുതിയ ഫോട്ടോസ് എന്തായാലും എടുക്കണം. ധ്രുവനെ ഒരു ദിവസം മുന്നേ തന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വിട്ടായിരുന്നു, ബിക്കോസ് ഷീ ഹാഡ് സ്കൂൾ. സോ ഞങ്ങൾ ഇന്ന് പോയി എടുത്തു ഞങ്ങളുടേത്. സോ ഗൈസ്, ഞങ്ങൾ പാസ്പോർട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി $31 സംതിങ് ആയി. പാസ്പോർട്ട് നമുക്ക് ഡിജിറ്റൽ കോപ്പി നമ്മുടെ ഇമെയിലിലോട്ട് അയക്കാൻ വേണ്ടി അവർ നമ്മളെ $7 ഈച്ച് എക്സ്ട്രാ ഡോളർ മേടിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ കാനഡ പാസ്പോർട്ടിൻ്റെ പോസ്റ്റ് ഓഫീസിൻ്റെ അകത്താണ് വന്നത്. സോ എക്സ്ട്രാ $7 ആണ് ഡിജിറ്റലിന് വേണ്ടി. ബട്ട് അവരുടെ സ്പെസിഫിക്കേഷൻ ഒക്കെ ഇവരോട് പറഞ്ഞാൽ മതി, അപ്പോൾ അവർ നമുക്ക് എടുത്തു തരും. സോ ഞങ്ങൾ അങ്ങനെ എടുത്ത് കഴിഞ്ഞു. ഇനി 20 minutes വെയിറ്റ് ചെയ്യണം. സോ ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. മോമോയും കൊണ്ട് വെളിയിൽ പോയി കഴിഞ്ഞാൽ മോമോയുടെ പ്രശ്നം, അവന് താഴെ ഇപ്പം നടക്കാറായതുകൊണ്ട് താഴെ ഇറങ്ങി അങ്ങ് നടക്കണം. അപ്പം കുറച്ച് നേരം ഞാൻ അവനെ വെളിയിലൊക്കെ നടത്തി. പിന്നെ അകത്ത് പിന്നെയും കയറി. ഞങ്ങളങ്ങനെ 20 minutes എടുത്തില്ല. പുള്ളി ഞങ്ങൾക്ക് 15 minutesനുള്ളിൽ തന്നെ തന്നു. കുഞ്ഞിനെയും കൊണ്ട് അവിടെ ഒച്ചപ്പാടുണ്ടായിരുന്നത് കാരണം അയാൾ പെട്ടെന്ന് ഫോട്ടോ തന്നു. ഞങ്ങളങ്ങനെ ഇറങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എടുത്ത ഈ വീഡിയോ ആണ്. പോസ്റ്റ് ഓഫീസാണ്. അവിടെ അയാൾ പ്രിൻറ്റിങ്ങും അങ്ങനത്തെ പരിപാടികളെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ്, അപ്പാർട്ട്മെൻറ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് ഈ പോസ്റ്റ് ഓഫീസ്. സോ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നു. അപ്പോൾ ഈ ക്യൂട്ട് സൊവിനേഴ്സും എല്ലാം ഉണ്ടായിരുന്നു അവിടെ കടയിൽ. സോ അതിൻ്റെ വീഡിയോ ആണിത്. അങ്ങനെ ഫോട്ടോസ് കിട്ടി. ഞങ്ങൾ ഡയറക്റ്റ് പാസ്പോർട്ട് ഓഫീസിലേക്ക് പോകാൻ തുടങ്ങി. ഇതാണ് ഫോട്ടോയുടെ പുറകിൽ ഇങ്ങനത്തെ ഒരു ഗ്യാരണ്ടറിൻ്റെ സ്റ്റാമ്പ് അവർ തരും. അവിടെ ഗ്യാരണ്ടറിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കും. ഫോട്ടോ എടുത്ത ആളുടെ ഡീറ്റെയിൽസും എല്ലാം അതിനകത്ത് തരും. ഇതെൻ്റെ ഒരു ഭീകരമായ ഫോട്ടോ. അങ്ങനെ കുറച്ചായപ്പോഴത്തേക്ക് ഞങ്ങൾ സർവീസ് കാനഡയിലെത്തി. നല്ല തണുപ്പുണ്ടായിരുന്നു. നമുക്ക് കാണാൻ നമ്മുടെ വായിക്കൂടെ ഇങ്ങനെ പോകുന്നത്. അങ്ങനെ മോമോ ഒക്കെ ആയിരുന്നു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഈയിടെ കുറച്ച് ജലദോഷമൊക്കെ പിടിച്ചിട്ടാണ് എല്ലാവരും 1.5 മാസമായി ഞങ്ങൾ വെളിയിലൊന്നും പോയിട്ട്. ഇതായിരുന്നു കുറേ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വെളിയിലിറങ്ങിയത്. ബട്ട് തണുപ്പുണ്ടായിരുന്നു, എന്തായാലും പോയാലേ പറ്റുള്ളൂ. സോ അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു ഭയങ്കര ക്യൂ ആയിരിക്കും. ഞങ്ങളൊരു 11:30-12 ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. കഴിഞ്ഞ പ്രാവശ്യം മോമോയുടെ പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോയപ്പം ഭയങ്കര ക്യൂ ആയിരുന്നു അവിടെ. ബട്ട് അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് 1 മണിക്കൂറും എടുത്തില്ല. അതിനുള്ളിൽ തന്നെ നമുക്ക് പാസ്പോർട്ട് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റി. പക്ഷേ ഇവിടെ ഇപ്പം ഞങ്ങൾ വിചാരിച്ച പോലെ ക്യൂ ഒന്നും ഇല്ലായിരുന്നു. ഇതാണ് ഈ ബാരിക്കേഡൊക്കെ ആയിരുന്നു. ഇവിടെ ആയിരുന്നു ലൈനപ്പ് ചെയ്യുന്നത് സർവീസ് കാനഡയിൽ. സോ ഫസ്റ്റ് നമ്മൾ ഇവിടെ പോയിട്ട് നമ്മുടെ ഡോക്യുമെൻ്റ് എല്ലാം ഇവിടെ ആൾ ചെക്ക് ചെയ്യും താഴെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലെല്ലാ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ നമ്മൾ മെയിൻ ഓഫീസിലേക്ക് വിടുകയുള്ളൂ. സോ പ്രതീക്ഷിച്ച അത്രയും ആൾക്കാരില്ലായിരുന്നു.
സോ ഞാനിവിടെ എല്ലാ ഡോക്യുമെൻസും നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ എത്തിയപ്പോഴത്തേക്ക് വലിയൊരു അബദ്ധം പറ്റി നമ്മുടെ കയ്യിൽ നിന്ന്. നമ്മുടെ അപ്രൂസിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ യു കെ നിന്നായിരുന്നു. അപ്പം യു കെയിൽ 3 ബർത്ത് സർട്ടിഫിക്കറ്റ് ഇങ്ങനെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, എത്ര കോപ്പീസ് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. സോ ഞങ്ങൾ 3 ബർത്ത് സർട്ടിഫിക്കറ്റ് പൈസ കൊടുത്ത് മേടിച്ചായിരുന്നു. അതിനകത്ത് 1 ലാമിനേറ്റ് ചെയ്തായിരുന്നു. സോ അറിയാതെ കയ്യിൽ ആ ലാമിനേറ്റഡ് വേർഷനാണ് കയ്യിൽ വന്നത്. പാസ്പോർട്ട് ഓഫീസിൽ ലാമിനേറ്റഡ് വേർഷൻ ഉള്ള ഒരു ഡോക്യുമെൻറ്റ്സും അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. സോ അറിയാതെ എങ്ങനെയാണെന്നറിയില്ല, എല്ലാം ചെക്ക് ചെയ്തതാണ്. പക്ഷേ അബദ്ധം പറ്റി. ഒറിജിനൽ ലാമിനേറ്റഡ് അല്ലാത്തത് ഞാൻ വീട്ടിൽ തന്നെ വെച്ചിട്ട് ലാമിനേറ്റഡ് കൊണ്ടുവന്നു. സോ അത് വലിയൊരു അബദ്ധം പറ്റി. ബട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് ഞങ്ങൾക്ക് ആ ലാമിനേഷൻ ഓപ്പൺ ചെയ്യാൻ പറ്റി, ബിക്കോസ് ഇറ്റ് വാസ് റിമൂവബിൾ. ബട്ട് ഞങ്ങൾ അവരോട് സീസർ ചോദിച്ചപ്പോൾ അവർ ഞങ്ങൾക്ക് സീസർ തന്നില്ല. സോ ലക്കിലി ചേട്ടൻ്റെ കയ്യിൽ എപ്പോഴും ഈ ഒരു കുഞ്ഞ് സാധനം ഉള്ളതാണ്. സോ അത് വെച്ച് പെയ്യെ അത് കട്ട് ചെയ്ത് എക്സ്ട്രാ സൈഡ്സ് ഉണ്ട് ലാമിനേഷൻ്റെ. സോ ആ സൈഡ്സൊക്കെ കട്ട് ചെയ്ത് നമ്മളത് പീൽ ഓഫ് ചെയ്തു. സേഫ്ലി അത് പീൽ ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക്. ഇതൊരു വലിയൊരു അബദ്ധം പറ്റിപ്പോയതാണ്. ഇതില്ലായിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെന്നാൽ ഉടനെ മേളിലോട്ട് പോകാമായിരുന്നു. സോ അയാൾ എൻ്റെ പേപ്പേഴ്സ് എല്ലാം ചെക്ക് ചെയ്തു, ഫോംസ് എല്ലാം ഓക്കെയാണ്. ബട്ട് ദേ ഡോണ്ട് ആക്സെപ്റ്റ് ലാമിനേറ്റഡ് കോപ്പീസ് ഓർ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ദാറ്റ് ഈസ് ലാമിനേറ്റഡ്. സോ നിങ്ങൾ ആരെങ്കിലും പോവുകയാണെങ്കിൽ, ഇത് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അവർ ആക്സെപ്റ്റ് ചെയ്യത്തില്ലെന്ന്. ബട്ട് ഞാനത് റീഡും ചെയ്തതാണ്. ബട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇത് വലിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. സോ ഐ ആം ടെല്ലിങ് യു ദാറ്റ് നെവർ എവർ ഗെറ്റ് എ ലാമിനേറ്റഡ് കോപ്പി. ആൻഡ് അതൊന്നും കൊണ്ടുപോകില്ല നിങ്ങളുടെ കൂടെ. ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകും, മേക്ക് ഷുവർ യു ഡബിൾ ചെക്ക് ഇറ്റ്. ഇത് ഞങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധമാണ്, നിങ്ങൾക്കത് പറ്റല്ല. സോ ഫൈനലി ഇത് ഞങ്ങൾ ഫുള്ള് ഓപ്പൺ ചെയ്തു. ആൻഡ് രണ്ടാമത് അയാൾ പറഞ്ഞായിരുന്നു നിങ്ങൾ രണ്ടാമത് വരണമെന്ന്. അപ്പോൾ ആദ്യമേ ചെക്ക് ചെയ്ത ആൾ അവിടെ ഇല്ലായിരുന്നു, അയാളുടെ ബ്രേക്കിന് പോയി. അപ്പോൾ രണ്ടാമത് വന്ന ആളാണ് ഞങ്ങളുടെ പിന്നെയും ഡോക്യുമെൻ്റ് A to Z ചെക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ അയാൾക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സും കൊടുത്തപ്പോൾ അയാൾ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ടോക്കൺ നമ്പർ അവിടെ നിന്ന് തന്നു. അങ്ങനെ ടോക്കൺ നമ്പർ മേടിച്ചിട്ട് ഞങ്ങൾ മേളിലേക്ക് പോയി. ആ സമയത്ത് മോമോ ഉറങ്ങി. അതുകൊണ്ട് ഞങ്ങൾക്കധികം മോമോസിൻ്റെ ബഹളം ഇല്ലാത്തതുകൊണ്ട് സമാധാനത്തോട് ഞങ്ങൾക്ക് പണി ചെയ്യാൻ പറ്റി. ഇതൊരു ടെൻഷനായി പോയായിരുന്നു ആ സമയത്ത്. ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ വീട്ടിൽ പോയിട്ട് പിന്നെ കൊണ്ടുവന്നെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കൊരു സമയമാവും. സോ അതൊരു ടെൻഷനായിരുന്നു. ബട്ട് മോമോ വാസ് കോപ്പറേറ്റിംഗ്. അവൻ ഉറങ്ങി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഇറക്കാൻ പറ്റി. ഞങ്ങളത് ചെയ്തു. അതൊരു വലിയൊരു അബദ്ധമായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ പാസ്പോർട്ട് കഴിഞ്ഞു. പാസ്പോർട്ട് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാം. ധ്രുവയുടെ അടുത്തേക്ക് പോവാം. ധ്രുവയുടെ സ്കൂളിൽ ഞങ്ങൾക്ക് സ്കേറ്റിങ്ങിന് വേണ്ടി ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. സ്പെഷ്യലി വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ധ്രുവ നമുക്കത്. അപ്പം ഞങ്ങൾ ഇങ്ങോട്ടത്തേക്ക് പോവുക. ഇപ്പം തണുപ്പുണ്ട്. ഇവിടെ ഞങ്ങൾ സ്കാർഗോ ഏരിയയിലാണ് സ്കാർഗോയിലെ പാസ്പോർട്ട് സെൻറ്ററിലാണ് ഞങ്ങളാണ് സർവീസ് പറഞ്ഞത്. ഞങ്ങൾക്ക് കുറച്ച് ചെറിയൊരു പണിയൊക്കെ ആയിരുന്നു. ഞങ്ങളുടെ അപ്രൂസിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ലാമിനേറ്റഡ് ആയിരുന്നു. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു 3 ഉണ്ടായിരുന്നു. UK യിലായിരുന്നു അപ്രൂവ് ചെയ്യാനായത്. അപ്പം 3 സർട്ടിഫിക്കറ്റ് തരും അവിടെ. ലോങ് ബർത്ത് ആൻഡ് ഷോർട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് വെച്ച് 2 തരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലോങ് ബർത്ത് സർട്ടിഫിക്കറ്റിനകത്താണ് പേരൻസിൻ്റെ നെയിമൊക്കെ ഉള്ളത്. സോ അത് ഒരെണ്ണം ഞങ്ങൾ ലാമിനേറ്റ് ചെയ്തു. അറിയാതെ ലാമിനേറ്റഡ് സർട്ടിഫിക്കറ്റാണ് എടുത്തുകൊണ്ട് വന്നത്. സോ അങ്ങനെ ഞങ്ങളുടെ അവളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ലാമിനേറ്റഡ് ആയത് അറിയാതെ ലാമിനേറ്റഡ് ഫോമാണ് ഞങ്ങളുടെ കൂടെ വന്നത്. സോ ഞങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യേണ്ടി വന്നു. ഞങ്ങളത് ഓപ്പൺ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ വിതിൻ 45 മിനിറ്റ്സ് എടുത്തു ഞങ്ങളുടെ 3 പേരുടെയും സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ അവർ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി. അപ്പം ഞങ്ങളിപ്പം മോളിനകത്തു നിന്നാണ് നടന്നു പോകുന്നത്. പാസ്പോർട്ട് സബ്മിഷൻ എല്ലാം കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മോളിൽ കൂടാണ് പോകുന്നത്.
ഡയറക്റ്റ് ഇനി അവിടെ നിന്ന് നടന്ന് അപ്ലൂസിൻ്റെ അടുത്തേക്ക് പോകണം. ലേറ്റായി, 1:30 ഓൾറെഡി ആയി. അപ്ലൂസ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് 1:30 വരണം, അവളുടെ സ്കേറ്റ്സൊക്കെ കെട്ടിക്കൊടുക്കണമെന്ന്. പക്ഷെ ടൈം ആയിപ്പോയി. സോ ഏതായാലും നോക്കാം, നമുക്ക് അല്ലെങ്കിൽ സാഡായിപ്പോവും. പെട്ടെന്ന് നമുക്ക് എത്താം. ഞങ്ങൾ ഐക്യയുടെ അകത്തു നിന്നൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. മോമോ ഇവിടെ ചെറിയതായിട്ട് പ്രശ്നം വെക്കാൻ തുടങ്ങി. അവിടെ നിന്നാണ് പോകുന്നത്. ഇവിടെ നിന്ന് പോയാൽ ഞങ്ങൾ കുറേ നേരം എടുക്കും. സോ ചേട്ടന് എന്തോ ഷോർട്ട് കട്ട് അറിയാം. സോ അതുവഴി പോവാ. അങ്ങനെ ആ ഒരു ചടങ്ങ് കഴിഞ്ഞു. വലിയ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ്റെ. പിന്നെ നമ്മുടെ നാട്ടിലെ പാസ്പോർട്ടും ID ഡോക്യുമെൻസും ഒക്കെ എല്ലാത്തിനകത്തും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കാണും. അപ്പം അങ്ങനെ ചെറുതായിട്ട് 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ബർത്ത് സർട്ടിഫിക്കറ്റിനകത്തും പാസ്പോർട്ടിനകത്തും കുറച്ച് പ്ലേസ് ഓഫ് ബർത്തിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കേണ്ടി വന്നു. അത് കുറച്ച് ചെറിയ സമയം എടുത്തു. കാരണം ഇവിടെ സിറ്റി മാത്രം മതി, സ്റ്റേറ്റോ കൗണ്ടിയോ പറ്റത്തില്ല. നാട്ടിലാണെങ്കിൽ സ്റ്റേറ്റും എഴുതും, സിറ്റിയും എഴുതും, എല്ലാം എഴുതും. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. സോ അതൊക്കെ എന്തായാലും ക്ലാരിഫൈ ചെയ്ത് കൊടുത്തു. വേറെ ഒരു ക്വസ്റ്റ്യൻ വരത്തില്ലെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ ഗ്യാരണ്ടറിൻ്റെ സിഗ്നേച്ചർ ഓൾറെഡി ഞങ്ങൾക്ക് അറിയുന്ന ആൾ ഉണ്ടായിരുന്നു, പുള്ളി സൈൻ ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് 2 റെഫറൻസും കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ റെഫറൻസാണ് കൊടുത്തത്. സോ ഇറ്റ് വാസ് ഓൾ ഗുഡ് ആൻഡ് വി ഹോപ്പ് ഞങ്ങൾക്ക് പാസ്പോർട്ട് പെട്ടെന്ന് കിട്ടും. നോർമൽ പ്രോസസ്സിങ് ടൈം ഞങ്ങൾ കൊടുത്തത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത സമയത്ത് 2 to 9 ബിസിനസ് ഡേയ്സ് എന്നാണ് അടിച്ചു കൊടുത്തത്. ഇവർ പറഞ്ഞത് 2 to 3 വീക്സ് എടുക്കും. ഞങ്ങൾ പിക്കപ്പിന് കൊടുത്തില്ല, കാരണം ഞങ്ങൾക്ക് ട്രാവലിങ്ങിൻ്റെ പ്ലാൻ ഇല്ല ഉടനെ. ബട്ട് ആർക്കെങ്കിലും ട്രാവലിങ്ങിൻ്റെ പ്ലാൻ ഉണ്ടെങ്കിൽ $20 എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ വിത്തിൻ 2-3 ഡേയ്സ് എന്തോ പിക്കപ്പ് സർവീസ് ഉണ്ട്. സോ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. സോ അതിന് ഞങ്ങൾ കൊടുത്തില്ല. ആൻഡ് ഇറ്റ്സ് ഈച്ച് ആപ്ലിക്കേഷൻ $20. നമുക്ക് 3 പേർക്കും പാസ്പോർട്ട് ആപ്ലിക്കേഷൻ്റെ ചാർജ് $377 ആയി. 15 years ആൻഡ് ബിലോ ഏജുള്ള പിള്ളേർക്ക് $57 ഉള്ളൂ പാസ്പോർട്ട്. 5 year വാലിഡിറ്റി ഉള്ള പാസ്പോർട്ടേ കിട്ടുകയുള്ളൂ അവർക്ക്. നമുക്ക് അഡൾട്ട്സിന് പാസ്പോർട്ട് 5 yearsൻ്റെയും കിട്ടും, 10 yearsൻ്റെയും കിട്ടും. അപ്പം ഞങ്ങൾ 10 yearsൻ്റെയാണ് എടുത്തത്. അപ്പം ഞങ്ങളുടെ കാർ എവിടെയാണ് പാർക്ക് ചെയ്തേക്കുന്നത്? നല്ല തണുപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ ധ്രുവയുടെ സ്കൂളിലേക്ക് എത്തി. അവരുടെ സ്കേറ്റിംഗ് സെൻറ്ററിലേക്ക് എത്തിയപ്പോഴത്തേക്ക് അവർ നടന്ന് അവരുടെ ടീച്ചറിൻ്റെ കൂടെ പോന്നു. സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് സ്കേറ്റിംഗ് സെൻറ്റർ. ധ്രുവയുടെ ഫ്രണ്ട്സാണ് ഞങ്ങളെ നോട്ട് ചെയ്തത്. ഇവരെല്ലാവരും എന്തോ തിരിഞ്ഞ് നോക്കുമായിരുന്നു. തിരിഞ്ഞ് നോക്കിയിട്ട് അവരെല്ലാവരും ഹായ് പറഞ്ഞു. ഷി വാസ് അറ്റ്ലീസ്റ്റ് ഹാപ്പി ദാറ്റ് വി ട്രൈഡ് അവർ ബെസ്റ്റ് ടു റീച്ച്. ഞങ്ങൾ ഓൾറെഡി അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. She was happy that we showed up there, and also her friends were also happy to see us. അപ്പോൾ ഞങ്ങൾ ധ്രുവയുടെ അടുത്ത് പോകാൻ പറ്റിയില്ല. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തിയൊക്കെ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. പാസ്പോർട്ട് ഓഫീസിൽ കുറച്ച് സമയം എടുത്തുള്ളൂ. എന്നാലും ഞങ്ങളത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഒരു ബിരിയാണി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ബിരിയാണി കടയിൽ കഴിക്കാൻ വേണ്ടി ഓർഡർ കൊടുത്തു, വിളിച്ച് പറഞ്ഞു. സോ ചേട്ടൻ പിക്കപ്പ് ചെയ്യാൻ പോയിട്ടുണ്ട്. സോ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരും. പാസ്പോർട്ട് ആപ്ലിക്കേഷൻ എങ്ങനെയാണ്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് വേണ്ടിയെന്ന് ഞാൻ ഉടനെ തന്നെ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഗൈസ്.